നമസ്കാരം. രോഗചികിത്സയിൽ നമ്മൾ മലയാളികൾ കാണിക്കുന്ന ചില വലിയ വലിയ അബദ്ധങ്ങൾ. ഇങ്ങനെ നമ്മൾ കാണിക്കുന്ന അബദ്ധങ്ങൾ മൂലമാണ് ഇന്ന് കേരളത്തിൽ രോഗികൾ പെരുകുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നിത്യരോഗികളില്ലാത്ത ഒറ്റ വീട് പോലും കാണാൻ പറ്റില്ല. നിത്യരോഗികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും മരുന്ന് കഴിക്കണം, മാസത്തിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും പോയി ഡോക്ടറെ കാണണം. ഈ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അതായത് എന്നും മരുന്ന് കഴിക്കേണ്ടി വരിക, കൂടെ ഡോക്ടറെ കാണേണ്ടി വരിക, മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുക. എന്നാൽ നമ്മളൊരു 10-40 വർഷം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നില്ല. എന്നും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ആഹാരം കഴിക്കുന്ന പോലെ മരുന്ന് കഴിക്കുന്ന ആൾക്കാർ അന്നുണ്ടായിരുന്നില്ല. ഇന്നുണ്ട്. എന്തുകൊണ്ടാണ്? അപ്പോൾ അതിൻ്റെ ചില കാരണങ്ങളിലേക്ക് മാത്രമാണ് ഈ വീഡിയോ വെളിച്ചം വീശുന്നത്. ഒന്നാമത്തെ കാരണം, അതായത് നമ്മൾ നിത്യരോഗികളായിട്ട് മാറുന്നതിൻ്റെ, നമ്മുടെ സംസ്ഥാനത്ത് രോഗികൾ പെരുകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമുക്ക് രോഗങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. രോഗമല്ലാത്തതിനെയും നമ്മൾ രോഗമായി കണ്ട് ചികിത്സിക്കാൻ പോകുന്നവരാണ്. ശരീരത്തിൻ്റെ സ്വാഭാവികത ഒരല്പം താളം തെറ്റുമ്പോൾ നമ്മൾ മലയാളികൾ ചിന്തിക്കുന്നത് നമുക്കെന്തോ രോഗമുണ്ടെന്നാണ്. ഒരു തലവേദന, ഒരു കാൽവേദന, അല്ലെങ്കിൽ ഒരു വയറുവേദന, അതുമല്ലെങ്കിൽ ഒരു ജലദോഷമോ പനിയോ, അതുമല്ലെങ്കിൽ ഒന്ന് വയറിളകുന്നു, അല്ലെങ്കിൽ ഒരാൾ ഛർദ്ദിക്കുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയെല്ലാം നമ്മൾ രോഗങ്ങളായിട്ട് കണ്ടിട്ട് അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് പോയി മരുന്ന് വാങ്ങി കഴിക്കുന്ന രീതിയാണ് ഇപ്പോൾ. എന്നാൽ പഴയ കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ തന്നെ വീടുകളിൽ അന്നത്തെ ആൾക്കാർ പരിഹാരം കണ്ടെത്തിയിരുന്നു. ഒരാൾക്ക് പനിയുണ്ടായാലും വയറിളകിയാലും ഛർദ്ദിച്ചാലും, അല്ലെങ്കിൽ അയാൾക്ക് തലവേദന ഉണ്ടായാലും, ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വേദന ഉണ്ടായാലും, ഒന്ന് വീണ് കാലുളങ്ങിയാൽ, പല കാര്യങ്ങൾക്ക് വീടുകളിൽ തന്നെ അവർ അന്ന് പരിഹാരം കണ്ടെത്തിയിരുന്നു. വീട്ടുവൈദ്യം ഉണ്ടായിരുന്നു, ആശുപത്രിയിലേക്ക് പോയില്ല. എന്നാൽ ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും അപ്പോൾ തന്നെ ആശുപത്രിയിൽ പോവുകയാണ്. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഛർദ്ദിലും വയറിളക്കവും. ചിലപ്പോൾ ഇത് കുട്ടികൾക്കുണ്ടാകാം, മുതിർന്നവർക്കുണ്ടാകാം. ഒരു വ്യക്തിക്ക് ഛർദ്ദിലും വയറിളക്കവും ഉണ്ടാകും. ഇതിപ്പോൾ രോഗമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. എപ്പോഴാണ് ഒരു വ്യക്തി ഛർദ്ദിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരാൾക്ക് വയറിളകുന്നത്? നമ്മൾ ആലോചിക്കേണ്ടത് അതാണ്. ഒരു വ്യക്തി ഛർദ്ദിക്കുന്നത് അല്ലെങ്കിൽ അയാൾക്ക് വയറിളകുന്നത് അയാളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ശരീരത്തിന് വേണ്ടാത്തതും പുറന്തള്ളേണ്ടതുമായ എന്തെങ്കിലും വസ്തു ഉള്ളപ്പോഴാണ്. ഭക്ഷണത്തിൽ കൂടി അല്ലെങ്കിൽ പാനീയത്തിൽ കൂടി അയാളുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ശരീരത്തിന് വേണ്ടാത്തതും പുറന്തള്ളേണ്ടതുമായ എന്തെങ്കിലും വസ്തു ചെല്ലുമ്പോൾ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതികരണമാണ് അതിനെ ഒരു ഛർദ്ദിലൂടെ പുറത്തു കളയുക, അല്ലെങ്കിൽ വയറിളക്കി പുറത്തു കളയുക. എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ ഉള്ളിൽ കിടന്നാൽ അത് നമുക്ക് ദോഷമാണ്, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കും. എന്നാൽ ഈ ഒരു പ്രോസസ്സ് ശരീരം ഈ സ്വയം ചികിത്സ നടത്തുമ്പോൾ നമ്മൾ മലയാളികൾ ചെയ്യുന്നത്, ഈ വ്യക്തിയെ കൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് പാഞ്ഞു പോവുക. അവിടെ ചെന്നിട്ട് ഡോക്ടറോട് പറയുന്നു, ഈ മനുഷ്യൻ ഛർദ്ദിക്കുന്നു, ഇയാൾക്ക് വയറിളകുന്നു, എത്രയും പെട്ടെന്ന് ഡോക്ടർ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഡോക്ടറോടെ അവർ ആവശ്യപ്പെടുന്നത് ഈ ഛർദ്ദിൽ നിർത്തണമെന്നാണ്. ഡോക്ടർക്ക് അറിവുണ്ടെങ്കിൽ, എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണെങ്കിൽ അദ്ദേഹത്തിന് അറിയാം ഛർദ്ദിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവരാവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അവരുടെ ആവശ്യം അംഗീകരിക്കുക എന്നുള്ളതാണ് പ്രഥമ കർത്തവ്യം. അദ്ദേഹം മരുന്ന് കൊടുക്കും, മരുന്ന് കൊടുത്ത് ഛർദ്ദിൽ നിർത്തും, വയറിളക്കവും നിൽക്കും, രോഗം മാറിയെന്ന് പറഞ്ഞ് ഇവർ വീട്ടിലേക്ക് വരും. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ഇയാളുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടിയിരുന്ന വിഷം പൂർണ്ണമായിട്ടും പോകാതെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നു. രണ്ടാമത്, അത് നിർത്താൻ വേണ്ടി ഡോക്ടർ കൊടുത്ത മെഡിസിൻ, നിങ്ങൾക്കറിയാം അലോപ്പതി മരുന്നുകൾക്കെല്ലാം തന്നെ പാർശ്വഫലമുണ്ട്. പാർശ്വഫലമുണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന പല മരുന്നുകളുടെയും ഗുണനിലവാരത്തെക്കുറിച്ച് അതുണ്ടാക്കുന്ന കമ്പനികൾക്ക് പോലും ഒരു ഐഡിയയുമില്ല. എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നു, വിൽക്കുന്നു. കുറേ കാലം കഴിഞ്ഞ് പ്രശ്നമുണ്ടാകുമ്പോൾ സർക്കാർ പറഞ്ഞിട്ട് പിൻവലിക്കുന്നു, വീണ്ടും ഉണ്ടാക്കുന്നു, വീണ്ടും വിൽക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ രാജ്യത്തെ മരുന്നുൽപാദനം നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മരുന്നാണ് ഇവിടെ ഡോക്ടർ ഇയാൾക്ക് കൊടുക്കുന്നത്. കൊടുത്തിട്ട് അയാളുടെ വയറിളക്കം നിന്നു, ഛർദ്ദിൽ നിന്നു, അയാൾ സന്തോഷത്തോടെ വീട്ടിൽ പോകുന്നു. പക്ഷേ അയാൾ 2 പ്രശ്നമായിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത്. ശരീരം ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതിനെ തടസ്സപ്പെടുത്തി ആ പ്രശ്നത്തിനെ അവിടെ തന്നെ നിർത്തി. 2, മരുന്നിലൂടെ കിട്ടുന്ന പാർശ്വഫലം വേറെ. ഈ രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് മഹാരോഗങ്ങൾ ഉണ്ടാകാതിരിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ക്യാൻസർ എവിടെ നിന്ന് വരുന്നു? എങ്ങനെ കരൾ നശിക്കുന്നു? കള്ളു കുടിക്കാതിരുന്നിട്ട് എങ്ങനെ കരൾ നശിക്കുന്നു? എന്തുകൊണ്ട് എൻ്റെ കിഡ്നി പോയി?
എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ശരീരം സ്വയം ചികിത്സിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള മഹാരോഗങ്ങൾ ഉണ്ടാകുന്നത്. ഒരു പനി പോലും ശരീരം ഉണ്ടാക്കുന്നത് ഒരു ചികിത്സയുടെ ഭാഗമായിട്ടാണ്. ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഏതെങ്കിലും ഒരു വൈറസ് കയറുന്നു, ശരീരം ഊഷ്മാവ് കൂട്ടിയിട്ട് അതിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അതൊരു രോഗമാണെന്ന് ധരിച്ചുകൊണ്ട് നമ്മൾ പോയിട്ട് ഊഷ്മാവ് കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കുന്നു. ശരീരത്തിൻ്റെ ഉള്ളിൽ കയറിയ വൈറസ് അവിടെ തന്നെ കിടക്കുന്നു, പുറത്തേക്ക് പോകേണ്ടത് പുറത്തേക്ക് പോയില്ല. അല്ലെങ്കിൽ ആ ഊഷ്മാവ് കൂട്ടി മറ്റേതെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ, ഒരു ക്യാൻസർ സെല്ലിനെ നശിപ്പിക്കാൻ വേണ്ടി ശരീരം ശ്രമിക്കുകയാണ്. ഊഷ്മാവ് നമ്മൾ കുറയ്ക്കുമ്പോൾ ശരീരത്തിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നു, അത് അവിടെ തന്നെ കിടക്കുന്നു ആ പ്രശ്നം. അപ്പോൾ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും അതെല്ലാം രോഗമാണെന്ന് ധരിച്ചുകൊണ്ട് അതിനെ തടയുകയും ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തെ ദ്രോഹിക്കുകയാണ്. അതുകൊണ്ട് ശരീരം സ്വയം ചികിത്സിക്കാൻ കഴിവുള്ള ഒരു സംവിധാനമാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു രോഗത്തെയും മാറ്റുന്നത് മരുന്നുകളല്ല, ചികിത്സയല്ല. രോഗത്തെ മാറ്റുന്നത് എപ്പോഴും ശരീരം സ്വയമാണ്. ശരീരത്തിന് എല്ലാ രോഗത്തെയും മാറ്റാനുള്ള കഴിവുണ്ട്. എന്നാൽ ചില ഘട്ടങ്ങളിൽ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറഞ്ഞു പോകുമ്പോൾ അതിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയാണ് മരുന്നുകൾ കൊടുക്കുന്നത്. മരുന്നുകളുടെ റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധശേഷിയെ അങ്ങനെ തന്നെ നിലനിർത്തുക എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പല ഇംഗ്ലീഷ് മരുന്നുകളും അതല്ല ചെയ്യുന്നത്. ശരിക്കുമുള്ള ജെനുവിൻ മരുന്ന് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മരുന്നിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്, ശരീരത്തിൻ്റെ ഒരു പ്രത്യേക രോഗത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗങ്ങളെയോ മറികടക്കാനുള്ള പ്രതിരോധശേഷിയെ ഉത്തേജിപ്പിച്ച് നിർത്തുക എന്നത് മാത്രമാണ്. അങ്ങനെ ശരീരം സ്വയമാണത് മാറ്റുന്നത്, അല്ലാതെ മരുന്നല്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിന് സ്വയം രോഗങ്ങളെ മാറ്റാനുള്ള കഴിവുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഒന്നാമതുണ്ടാകണം. അതുപോലെ തന്നെ ചികിത്സിക്കേണ്ടാത്ത രോഗങ്ങളെ ചികിത്സിച്ച് നമ്മൾ ശരീരത്തെ ദ്രോഹിക്കരുത്. നമ്മൾ മറ്റ് ജീവികളെ നോക്കണം. നമ്മുടെ ചുറ്റുവട്ടത്ത് ധാരാളം ജീവികളുണ്ട്. ഞാൻ ഈ പൂച്ചകളെയും നായ്ക്കളെയും ഒക്കെ നിരീക്ഷിക്കുമ്പോൾ ഇവയ്ക്ക് സുഖമില്ലാതാകുന്ന സമയത്ത് അവർ ചെയ്യുന്ന കാര്യം എന്താണ്? അവ ആഹാരം കഴിക്കില്ല. ആഹാരം കഴിക്കാതെ അങ്ങനെ കിടക്കും. ചിലപ്പോൾ ഇടയ്ക്ക് പോയിട്ട് വെയിലത്ത് കിടക്കും. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അതിൻ്റെ പ്രശ്നം മാറും. ഒരു നായും ഒരു പൂച്ചയും ഒരു കിളിയും വൈദ്യരെ പോയി കണ്ടിട്ടോ ഡോക്ടറെ കണ്ടിട്ടോ ഒന്നുമല്ല അവയുടെ രോഗം മാറ്റുന്നത്. അത് സ്വയം മാറുന്നുണ്ട്. കാരണം അതിൻ്റെ ശരീരത്തിൽ അതിനുള്ള സംവിധാനമുണ്ട്, നമ്മുടെ ശരീരത്തിലുമുണ്ട്. പക്ഷെ നമ്മൾ കരുതുന്നത് ഡോക്ടറുടെ അടുക്കൽ പോയെങ്കിൽ മാത്രമേ, മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ പ്രശ്നം മാറൂ എന്നാണ്. പക്ഷെ നമ്മൾ മരുന്ന് കഴിക്കും തോറും, കൂടുതൽ മരുന്ന് കഴിക്കും തോറും, ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തും തോറും നമ്മൾ മാരക രോഗങ്ങളുടെ പിടിയിലേക്ക് ചെന്ന് വീഴുകയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇനി നമുക്കിതുപോലെ എന്തെങ്കിലും ഒരു രോഗാവസ്ഥ ഉണ്ടായി, നമ്മൾ ശരീരം അത് സ്വയം മാറ്റാൻ വേണ്ടി കാത്തിരിക്കുകയും നമ്മൾ നമ്മുടെ ആഹാരക്രമമൊക്കെ ഒന്ന് പരിഹരിച്ച് മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇല്ലാതാകും. ഇനി അങ്ങനെ നമ്മൾ ചെയ്തിട്ടും അത് മാറാതെ വരികയാണ്, ആ രോഗം അവിടെ നിലനിൽക്കുന്നു, നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ വൈദ്യസഹായം തേടണം. ഇവിടെയാണ് രണ്ടാമത്തെ ഘട്ടം. ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ സ്വയം ചികിത്സ കഴിവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിന് ശരീരത്തിന് നമ്മൾ സ്വയം ഹെൽപ്പ് ചെയ്യണം. ശരീരത്തിന് യോജിച്ച ഭക്ഷണം കഴിക്കണം. അതേപോലെ തന്നെ നമ്മൾ ശരിയായിട്ട് വിശ്രമിക്കണം. ദുശ്ശീലങ്ങളൊക്കെ മാറ്റി വെക്കണം. ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ ശരീരം ആ പ്രശ്നത്തിനെ മറികടക്കും. പക്ഷെ ചില ഘട്ടങ്ങളിൽ ശരീരം അങ്ങനെയൊക്കെ ചെയ്തിട്ടും മറികടക്കാതെ വരുമ്പോഴാണ് നമുക്ക് വൈദ്യസഹായം വേണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഏത് വൈദ്യനെ കാണാൻ പോകണം? ഏത് ചികിത്സയ്ക്ക് പോകണം? അങ്ങനെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ആയുഷ് ഡോക്ടറെ കാണുക എന്നുള്ളതാണ്. ആയുഷ് ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദം, യോഗ, നാച്ചുറോപ്പതി, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി എന്നിവയാണ്. അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ഒരു നല്ല വൈദ്യനെ അല്ലെങ്കിൽ ഒരു നല്ല ഡോക്ടറെ നമ്മൾ പോയി കാണും. ഈ നല്ല ഡോക്ടർ എന്ന് ഞാൻ എടുത്തു പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് ചികിത്സാശാഖകളുണ്ട്, ഒരുപാട് ഡോക്ടർമാരുണ്ട്. ഈ ഡോക്ടർ എന്ന ഒരു പേര് അല്ലെങ്കിൽ ഡോക്ടർ എന്ന ഒരു പദവി ഉള്ളത് കൊണ്ട് അയാൾ ഒരു നല്ല ചികിത്സകനാകണമെന്നില്ല. ആധുനിക കാലത്ത് ഡോക്ടർമാരായിട്ട് മാറുന്നവരിൽ ഭൂരിപക്ഷം പേരും ഒരു തൊഴിൽ എന്ന നിലയിൽ മാത്രം അതിനെ സമീപിക്കുന്നവരാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ജീവിതമാർഗ്ഗം, അന്തസ്സുള്ള ഒരു ജീവിതമാർഗ്ഗം. അതിനപ്പുറത്തേക്ക് തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ തങ്ങൾ വിദഗ്ധരായിട്ട് മാറണമെന്നോ തങ്ങൾ ചെയ്യുന്ന ചികിത്സ പൂർണ്ണമായിട്ടും ഫലിക്കണമെന്നോ എന്നൊന്നും അവർക്ക് നിർബന്ധമില്ല. ഇന്ന രോഗം വന്നാൽ ഇന്ന മരുന്ന് കൊടുക്കണം, ഇന്ന രോഗത്തിന് ഇന്ന ചികിത്സ, ഇതിനപ്പുറത്തേക്ക് അവർക്ക് ചിന്തയില്ല. അങ്ങനെയുള്ള ഒരു ഡോക്ടറുടെ അടുക്കിലേക്ക് പോയിട്ട് നിങ്ങൾ പറയുകയാണ് എൻ്റെ രോഗം മാറിയില്ല, അത് അലോപ്പതി ആയാലും ശരി, ആയുർവേദമായാലും ഹോമിയോപ്പതി ആയാലും സിദ്ധയായാലും ഏത് തന്നെയായാലും, അങ്ങനെയുള്ള അലസനായ സ്വന്തം തൊഴിലിനോട് ആത്മാർത്ഥതയില്ലാത്ത ഒരു ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ രോഗം കാണിച്ചിട്ട് നിങ്ങളുടെ രോഗം മാറിയില്ല എന്നുണ്ടെങ്കിൽ, ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആയുർവേദം കൊണ്ടൊരു ഗുണമില്ല, ഹോമിയോപ്പതി കൊണ്ടൊരു പ്രയോജനമില്ല, ചില പറയും അലോപ്പതി കൊണ്ടൊരു ഗുണമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടി കൊണ്ട് റിപ്പയർ ചെയ്യാൻ
ഒരു വർക്ക്ഷോപ്പിൽ കയറ്റി. ആ വണ്ടി റിപ്പയർ ചെയ്യുന്ന മെക്കാനിക്കിന് ശരിയായിട്ട് ജോലി ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ അവൻ അലസനാണെങ്കിൽ നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. അതിന് നമ്മൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഒരു കാര്യവുമില്ല. ചെയ്തവൻ ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ ജോലി ശരിയായിട്ട് നടക്കില്ല. ഇവിടെയും ആയുർവേദത്തിൻ്റെയോ ഹോമിയോപ്പതിയുടെയോ കുഴപ്പമല്ല, ചെയ്ത ഡോക്ടറുടെ കുഴപ്പമാണ്. അവൻ അറിഞ്ഞുകൂടാ ആ മേഖലയിൽ എങ്ങനെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ രോഗ ചികിത്സ എങ്ങനെ നടത്തണം എന്നുള്ളതിൽ അവന് വ്യക്തിപരമായിട്ടൊരു താല്പര്യമില്ല. പഠിച്ചത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പഠിച്ചത് മാത്രം ചെയ്യുന്നവന് ഒരിക്കലും വിദഗ്ധനാവാൻ പറ്റില്ല. അവനുള്ള സ്വന്തമായിട്ട് അതിൽ താല്പര്യമെടുത്ത് സ്വന്തം നിലയ്ക്ക് അതിൽ റിസർച്ച് നടത്തി ഒരു എക്സ്പേർട്ടായിട്ട് മാറിയെങ്കിൽ മാത്രമേ അവരുടെ ചികിത്സ ഫലിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞ് ശരീരത്തിന് സ്വയം ചികിത്സിക്കാൻ സാധിക്കാതെ വരുന്ന സമയത്ത് നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ അത് ആയുഷായിരിക്കണം. ആ ആയുഷിൽ നല്ല ഒരു ഡോക്ടറെ പോയി കാണും. അങ്ങനെ ഒരു നല്ല ഡോക്ടറെ, എക്സ്പീരിയൻസ് ഉള്ള ആത്മാർത്ഥതയുള്ള ഒരു ഡോക്ടറെ കണ്ട് നമ്മുടെ രോഗം മിക്കവാറും അവിടെ വെച്ച് മാറും, അത് പരിഹരിക്കപ്പെടും. എന്നാൽ അവിടെയും അത് പരിഹരിക്കപ്പെടുന്നില്ല, അവരും നോക്കിയിട്ട് രക്ഷയുമില്ല എന്ന് കണ്ടാൽ നമ്മൾ അവസാന ഘട്ടത്തിൽ മാത്രമേ അലോപ്പതിയിലേക്ക് പോകാവൂ. എന്തുകൊണ്ട് അവസാന ഘട്ടത്തിൽ അലോപ്പതി? കാരണം അലോപ്പതിയിൽ തുടക്കത്തിൽ തന്നെ ചികിത്സയ്ക്ക് പോകണം. ഉദാഹരണത്തിന് ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്ന് നമ്മൾ അലോപ്പതിയിലേക്ക് പോവുകയാണ്. തുടക്കത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ചികിത്സ എന്താണ് നിങ്ങൾക്കറിയാം. അവിടെയുള്ള ചികിത്സ എന്ന് പറയുന്നത് ഒന്നുകിൽ സർജറിയാണ്, അല്ല എന്നുണ്ടെങ്കിൽ കീമോയും റേഡിയേഷനുമാണ്. ഈ 3 ചികിത്സാ രീതികളും നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ചികിത്സാ രീതികളാണ്. സത്യം പറഞ്ഞാൽ പ്രാകൃത ചികിത്സാ രീതികളാണ്. അതുകൊണ്ടാണ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും വ്യക്തി ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ മിക്കപ്പോഴും ആ ചികിത്സ പരാജയപ്പെടുകയും അയാൾ മരിച്ചു പോവുകയും ചെയ്യും. ഇനി ജീവിച്ചാൽ തന്നെ അയാളുടെ ശരീരത്തിൻ്റെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് മുടിയൊക്കെ കൊഴിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലെത്തിയിട്ടാണ് അയാൾ ഒടുവിൽ മരിക്കുന്നത്. ഒരുപാട് പൈസയും ചെലവഴിക്കും. അപ്പോൾ ഇതുപോലെ പല രോഗങ്ങളുമുണ്ട്. അപ്പോൾ ആദ്യം അലോപ്പതിയിലേക്ക് പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സർജറിയിലൂടെയും മരുന്നുകളുടെ കാഠിന്യം മൂലവുമൊക്കെ ആ വ്യക്തിയുടെ ആരോഗ്യം നശിക്കാനുള്ള സാധ്യതയും രോഗം മാറാതിരിക്കാനുള്ള സാധ്യതയുമാണ്. ഞാനീ പറയുന്നത് എമർജൻസി ഘട്ടങ്ങളിലെ കാര്യമല്ല. നമുക്കെന്തെങ്കിലും ഒരു അടിയന്തര വൈദ്യസഹായം വേണമെങ്കിൽ, ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നു, ഒരു അപകടം ഉണ്ടാകുന്നു, ഒരു സ്ത്രീക്ക് പ്രസവവേദന ഉണ്ടാകുന്നു, ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു, ഈ ഘട്ടങ്ങളിലെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് പോകേണ്ടത് അലോപ്പതിയിലേക്കാണ്. അവിടെ മാത്രമേ അത് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനമുള്ളൂ. നേരെ മറിച്ച് ഒരു സാധാരണ അസുഖം വരുമ്പോൾ അപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, നമ്മൾ ആദ്യം പോകേണ്ടത് ഒരു ആയുഷ് ഡോക്ടറെ അടുത്തേക്കാണ്. അത് നല്ലൊരു ഡോക്ടറെ അടുത്തേക്ക്. ആ ഡോക്ടർക്ക് നിങ്ങളുടെ രോഗം മാറ്റാൻ സാധിക്കാതെ വരുമ്പോൾ അദ്ദേഹം തന്നെ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പോയിട്ട് അലോപ്പതിയിൽ ഒരു ഡോക്ടറെ പോയി കാണും. ഒരു പക്ഷേ അദ്ദേഹത്തിന് പരിചയമുള്ള ഡോക്ടർമാർ കാണും, ആശുപത്രി കാണും, അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അവിടെ പോയി ആ ഡോക്ടറെ കണ്ട് ആ ചികിത്സ തേടാം. അവസാന ഘട്ടം എന്ന നിലയിൽ മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് അലോപ്പതിയിലേക്ക് പോകാവൂ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ആൾക്കാർ അലോപ്പതിയിൽ ആദ്യം പോയി സർജറിയും മറ്റ് പല പ്രശ്നങ്ങളും ചെയ്ത് ഒരുപാട് മരുന്നൊക്കെ കഴിച്ച് ശരീരത്തിൻ്റെ ശേഷിയെല്ലാം നഷ്ടപ്പെട്ട് ഒടുവിൽ അവർ പറയും ഇനിയൊന്നും ചെയ്യാനൊന്നുമില്ല, ഇനി പാലിയേറ്റീവ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ വീട്ടിൽ പൊക്കോളൂ എന്ന് പറഞ്ഞു വിടുമ്പോൾ അവരാകെ നിരാശരാകും. കാര്യം അവർ പ്രതീക്ഷ വെച്ചിരുന്നത് അലോപ്പതിയിലാണ്. അവിടെ നടക്കാതെ വരുമ്പോൾ അവർ നിരാശരാകും. ഇനി എന്ത് ചെയ്യും, ഇനി അങ്ങോട്ട് പോകും. അപ്പോഴാണ് അവർ ആയുഷിൻ്റെ കാര്യം ആലോചിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാര്യം ശരീരത്തിൻ്റെ ആരോഗ്യം മൊത്തം നശിപ്പിച്ചിട്ട് പിന്നെ ഏത് വൈദ്യനാണ് അവരെ രക്ഷപ്പെടുത്താൻ പറ്റുക? ഏത് ഹോമിയോ ഡോക്ടർക്ക് അല്ലെങ്കിൽ ഏത് ആയുർവേദക്കാരന് പറ്റും? എന്നിട്ട് പോലും ഇത്തരത്തിൽ ശരീരം നശിച്ച പല ആൾക്കാരെയും രക്ഷപ്പെടുത്തിയ, അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തിയ വൈദ്യന്മാരുണ്ട്. ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ അലോപ്പതി തള്ളിവിട്ട പല രോഗികളെയും രക്ഷപ്പെടുത്തിയ വൈദ്യന്മാരുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ അവിടെ പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവരുടെ അവസ്ഥ? ഇത്ര വേഗം അവർ സുഖപ്പെടുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള രോഗാവസ്ഥകൾ വരുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ആയുഷായിരിക്കും. ആയുഷിലെ നല്ലൊരു ഡോക്ടർ. അവിടെയും നമുക്ക് ചികിത്സ മൂലം രോഗം മാറാതെ വരുമ്പോൾ മാത്രമേ അലോപ്പതിയിലേക്ക് പോകാം. ഇങ്ങനെ തീരുമാനമെടുത്ത നിരവധി ആൾക്കാരുണ്ട്. ഇങ്ങനെ തീരുമാനമെടുത്ത് പോകുന്ന നിരവധി പേരുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ എൻ്റെ അറിവിലേക്ക് വന്ന ഒരു സംഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു നേഴ്സ്, BSc നേഴ്സാണ്. ഒരു BSc നേഴ്സ് ആയതുകൊണ്ട് തന്നെയാണ് ആളെ നേരിൽ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തത്. കാരണം അവർക്കൊരല്പം മടിയുണ്ട് ഇത് പരസ്യമായിട്ട് പറയാം. എങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറയുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനലിലൂടെ അവരെ ഞാൻ കാണിക്കും. അപ്പോൾ വിദേശത്ത് ജോലി ചെയ്തിരുന്ന അവരും അവരുടെ ഹസ്ബൻഡ് രണ്ടുപേരും വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അവർക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് കുറേ മാസങ്ങൾക്ക് മുമ്പ്
കഴുത്തിന് വേദനയുണ്ടായി. മെല്ലെ മെല്ലെ അവർക്ക് കഴുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി. അതുകൂടാതെ കൈകാലുകൾക്ക് തരിപ്പ് അനുഭവപ്പെടുക, വിട്ടുമാറാത്ത തലവേദന. അപ്പോൾ ഇത് തനിയെ മാറും എന്ന് കരുതി കുറച്ച് നാൾ കാത്തെങ്കിലും അത് മാറാതെ വന്നപ്പോൾ, അത് തുടർച്ചയായിട്ട് നിന്നപ്പോൾ നാട്ടിലെത്തി ഒന്ന് പരിശോധിക്കാൻ, ചെക്കപ്പ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു നാട്ടിലെത്തി ഇവിടുത്തെ വളരെ വലിയൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കാണിച്ച് അവർ പറഞ്ഞൊരു MRI എടുക്കാൻ പറഞ്ഞു. MRI എടുത്തപ്പോൾ അവരുടെ കഴുത്തിൻ്റെ 2 കശേരുക്കൾക്ക് പൊട്ടലുണ്ട് എന്ന് മനസ്സിലായി. തുടർന്ന് ഡോക്ടർ ഒരു പെറ്റ് സ്കാൻ റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ അവർ പെറ്റ് സ്കാൻ എടുത്തപ്പോൾ അവരുടെ കഴുത്തിനും ഓവറിക്കും അതുപോലെ തന്നെ യൂട്രസിനും ക്യാൻസർ ബാധിച്ചതായിട്ട് കണ്ടെത്തി. ഇതിന് ചികിത്സയായിട്ട് ഡോക്ടർമാർ അവരോട് പറഞ്ഞത്, ആദ്യം നിങ്ങളുടെ കഴുത്തിൻ്റെ ഓപ്പറേഷൻ നടത്തണം, പൊട്ടിയ കശേരുക്കൾ മാറ്റിയിട്ട് അവിടെ ആർട്ടിഫിഷ്യൽ കശേരുക്കൾ വെച്ച് പിടിപ്പിക്കണം, അതിനുശേഷം കീമോയും റേഡിയേഷനും തുടങ്ങണം, പിന്നീട് സർജറിയിലൂടെ യൂട്രസും ഓവറിയും നീക്കം ചെയ്യണം. അതിന് വളരെ ഭീമമായ ഒരു തുക ചിലവാകുമെന്നും അവർ പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടി BSc നേഴ്സാണ്, ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ആളാണ്, ഇത്തരത്തിലുള്ള ചികിത്സകളൊക്കെ കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ പെൺകുട്ടിക്ക് അത്ര ആത്മവിശ്വാസം ഉണ്ടായില്ല. കാരണം ഈ ചികിത്സയെല്ലാം നടത്തിക്കഴിഞ്ഞാൽ ഞാൻ നോർമലാകുമോ അതോ എൻ്റെ സ്ഥിതി കൂടുതൽ മോശമാകുമോ എന്നുള്ള ചിന്ത അവരുണ്ടായി. പ്രത്യേകിച്ച് കഴുത്തിൻ്റെ സർജറിയാണ്. ചിലപ്പോൾ ശരീരം മുഴുവൻ തളർന്ന് കിടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ തീരുമാനം ഞാൻ ചികിത്സിക്കുന്നില്ല എന്നാണ്. അങ്ങനെ ചികിത്സിക്കുന്നില്ല എന്ന് തീരുമാനമെടുത്ത് വീട്ടിലിരുന്നപ്പോൾ വീട്ടുകാർ നിർബന്ധിച്ചിട്ട് ഏതെങ്കിലും ഒരു ആയുഷ് ഡോക്ടറെ കാണാം. അങ്ങനെ അതേക്കുറിച്ചുള്ള അവരുടെ എൻക്വയറി, ആരെ കാണിക്കണം, ക്യാൻസർ രോഗത്തിനൊക്കെ നല്ല ചികിത്സ കൊടുക്കുന്ന ആൾ ആരുണ്ട് എന്ന എൻക്വയറി എത്തി നിന്നത് രാജു ജോസഫ് എന്ന് പറയുന്ന ഒരു വൈദ്യനിലാണ്. അദ്ദേഹം അങ്കമാലി സ്വദേശിയാണ്. ഞാൻ നേരത്തെ അദ്ദേഹത്തെക്കുറിച്ച് പേരെടുത്ത് പറയാതെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പറയേണ്ട എന്ന് അദ്ദേഹം എന്നോട് അന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ഞാനിത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പറയുകയാണ്. കാരണം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ലോകം അറിയണം. അദ്ദേഹത്തിൻ്റെ അടുക്കലെത്തി. അദ്ദേഹം അവർക്ക് ചികിത്സ കൊടുത്തു. ഏതാണ്ട് 7 മാസം ചികിത്സിച്ച് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്കുണ്ടായിരുന്ന സകല പ്രശ്നങ്ങളും മാറി. അതായത് കഴുത്തിനുണ്ടായിരുന്ന വേദന മാറി, തലവേദന മാറി, കൈകാലുകളുടെ തരിപ്പും പെരുപ്പും എല്ലാം മാറി. തുടർന്ന് അവർ പോയിട്ട് വീണ്ടും MRI എടുത്തു, പെറ്റ് സ്കാൻ എടുത്തു. അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. അവരുടെ കശേരുക്കളുടെ പ്രശ്നം മാറി, ഒപ്പം 3 സ്ഥലത്തുണ്ടായിരുന്ന ക്യാൻസറും ഡിസപ്പിയറായി. ഇതിൽ പല അലോപ്പതി ഡോക്ടർമാരുടെയും കൺസൾട്ടേഷനൊക്കെ ഉണ്ടായിരുന്നു, അതായത് സ്കാനിങ് റിപ്പോർട്ടുകളും മറ്റും നോക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അവർ ഒടുവിൽ ഈ പെൺകുട്ടിയുടെ റിസൾട്ട് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അവർ പറഞ്ഞത് എങ്ങനെ സംഭവിച്ചു, ഇത്ര പെർഫെക്റ്റായിട്ട് ഇതെങ്ങനെ മാറി? അവരുടെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ ലക്ഷണം പോലുമില്ല, കംപ്ലീറ്റ് ആയിട്ട് മാറി. രാജു ജോസഫ് എന്ന് പറയുന്ന വൈദ്യൻ ഉള്ളത് അങ്കമാലിയിലാണ്. അദ്ദേഹം നിരവധി ക്യാൻസർ രോഗികളെ ഇതേപോലെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ പെൺകുട്ടി തുടക്കത്തിൽ തന്നെ സർജറിക്കൊന്നും പോകാതെ ആയുഷിൻ്റെ ഒരു ചികിത്സ പരീക്ഷിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. അതല്ല സർജറിക്ക് പോയിരുന്നെങ്കിൽ, കീമോ റേഡിയേഷൻ എടുക്കാൻ പോയിരുന്നെങ്കിൽ എത്ര ലക്ഷം രൂപ ചിലവാകും എന്നുള്ളവിടെ നിൽക്കട്ടെ, അവളുടെ ശരീരത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താകുമായിരുന്നു എന്നുള്ളത് ഒരാൾക്കും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള രോഗാവസ്ഥ വരുമ്പോൾ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് ആയുഷിനെയാണ്. ആയുഷിൻ്റെ ചികിത്സ കൊണ്ട് നടന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ അലോപ്പതിയെ ചൂസ് ചെയ്യേണ്ടത്. എപ്പോൾ നമ്മൾ അലോപ്പതിയെ കൺസിഡർ ചെയ്യേണ്ടത് എമർജൻസി കേസുകൾക്ക് വേണ്ടി മാത്രമാണ്. എമർജൻസി കൈകാര്യം ചെയ്യാൻ അലോപ്പതിക്ക് മാത്രമേ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും നിത്യരോഗികളെ ഇല്ലാതാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇനിയുള്ള തലമുറയെങ്കിലും നിത്യരോഗികളായിട്ട് മാറാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. 1, നമുക്കെന്തെങ്കിലും രോഗമുണ്ടാകുമ്പോൾ അത് ചികിത്സ വേണ്ട രോഗമാണോ എന്ന് മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. 2, ചികിത്സ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആയുഷിലേക്ക് പോകുക. ആയുഷിൽ നല്ല ഡോക്ടർമാരെ മാത്രം കാണിക്കുക. അതിനുശേഷവും നമ്മുടെ രോഗം മാറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അലോപ്പതിയിലേക്ക് പോകുക. താങ്ക് യു.